ഹലോ ഗൈസ്, ദിസ് ഈസ് മിഥുൻ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. നമ്മൾ തികച്ചും വ്യത്യസ്തമായൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വ്യത്യസ്തമായൊരു പ്രോഡക്റ്റാണ് ഇവിടെ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അത് ഫോർമുല 1 എന്ന കമ്പനിയുടെ ഒരു കളർ വാക്സാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. റെഡ് കളറിലുള്ള ഒരു വാക്സാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇത് മെയിനായിട്ട് നമ്മൾ റെഡ് കളറിലുള്ള എന്ത് സാധനത്തിലും നമുക്ക് ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. മെയിനായിട്ട് ഇത് വണ്ടികൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് മാത്രമല്ല, നമുക്ക് ഈ പ്രോഡക്റ്റ് വെച്ച് ഏത് സാധനം വേണമെങ്കിൽ നമുക്ക് റെഡ് കളറുള്ള ഏത് സാധനം വേണമെങ്കിലും പഴയ കളറ് പോയ കളറെല്ലാം നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. ഇത് കളർ റെസ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രാച്ച് റെഡ് കളറുള്ള എന്തെങ്കിലും സ്ക്രാച്ച് വന്ന് സ്ക്രാച്ച് റിമൂവ് ചെയ്യുക, കുറച്ചുകൂടെ ഷൈൻ കൊണ്ടുവരിക എന്നുള്ള മെയിൻ ഉദ്ദേശമാണ് ഈ പ്രോഡക്റ്റിൻ്റെ പ്രധാനമായിട്ടുള്ള ഇത് ചെയ്യുന്നൊരു കാര്യം. അത് നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കയ്യിലൊക്കെ ഈ സാധനം പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കയ്യിൽ നിന്ന് പോകുന്നതല്ല. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. കയ്യിലെ റെഡ് കളർ നിങ്ങൾ കാണാൻ പറ്റി പിടിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോകില്ല. അപ്പോൾ നമ്മളിവിടെ ഇത് ഒരു വണ്ടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് വളരെ സിമ്പിളായിട്ട് ഒരു ലാപ്ടോപ്പിലാണ് നമ്മളിന്ന് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ സ്വന്തം ലാപ്ടോപ്പിൽ ഞാൻ സ്വന്തം റിസ്കിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ചിലപ്പോൾ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എനിക്ക് യാതൊരു പ്രോബ്ലമില്ല. നിങ്ങൾക്ക് ഇത് സൂക്ഷിച്ച് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം, ഒരു കാരണവശാലും മറ്റുള്ള ഒരു കളറുള്ള ഒരു സാധനത്തിലും ഇത് അപ്ലൈ ചെയ്യാൻ നോക്കരുത്. കാരണം റെഡ് കളർ അതിൽ പറ്റി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം വൃത്തികേടായി പോകുന്നതാണ് ഗൈസ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ റിസ്ക് എടുത്താൽ അങ്ങനത്തെ പണി പോകരുത്. അതുകൊണ്ട് ഫസ്റ്റ് ഇത് അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് കാണണമെങ്കിൽ ഈ വീഡിയോ ലാസ്റ്റ് വരെ നിങ്ങൾ വാച്ച് ചെയ്യുക. ആദ്യം ഇതൊരു കോട്ടൺ ക്ലോത്തിലെടുത്തതിന് ശേഷം അത് നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ ഭാഗത്ത് നിന്ന് ക്ലിയറായിട്ട് എല്ലാം ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതാണ്. കാരണം അത് ഡ്രൈ ആവാൻ ഏകദേശം ഒരു 10 മിനിറ്റോളം സമയം എടുക്കുന്നതായിരിക്കും. ഞാൻ പക്ഷേ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നല്ലൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ച് മൊത്തം വൈപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോഴാണ് അതിൻ്റെ ശരിക്കും എഫക്റ്റ് മനസ്സിലാവുന്നത്. പിന്നെ കൂടുതൽ ഷൈൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ശരിക്കും നന്നായിട്ട് ക്ലോത്ത് ഉപയോഗിച്ച് ഒരു ചെറിയ പോർഷൻ ശരിക്കും നന്നായിട്ട് വൈപ്പ് ചെയ്തെടുത്താൽ നമുക്ക് അതിൻ്റെ എഫക്റ്റ് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, പണ്ട് ലാപ്ടോപ്പ് ആദ്യം ഇരുന്ന് ഒരു ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ആ കളർ കുറച്ചുകൂടെ എക്സ്പോസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് അവസാനം റിസൾട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാനിത് ഒരു നല്ല ക്ലോത്ത് ഉപയോഗിച്ച് ഇത് തുടച്ചെടുക്കുകയാണ് ഗൈസ്. നമുക്ക് നിങ്ങളെല്ലാവരും കാണുക. തുടച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങളുടെ ഏത് പഴയ റെഡ് കളറുള്ള വണ്ടികളിലും ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അതിനുശേഷം നിങ്ങൾ തുടച്ച് കഴിയുമ്പോൾ വണ്ടിക്ക് ആ പഴയ കളർ കിട്ടിയെങ്കിൽ ഏകദേശം ഒരു 90% വണ്ടി പുതിയ ആ റെഡ് കളറിൽ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. എനിക്കിത് നേരത്തെ റെഡ് ബൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ പ്രോഡക്റ്റാണിത്. ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇതിനകത്ത് 495 രൂപയായിരുന്നു. പക്ഷേ ഡിസ്കൗണ്ട് വെച്ച് നിങ്ങൾക്ക് അതിൽ ചിലപ്പോൾ താഴത്തെ റേറ്റിന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും കാണുന്നു തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ അമർത്തുക. ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.